നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം ഇങ്ങനെ പറയുന്നു: ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ് ഫോർ 3p ഓർബിറ്റൽസ്. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. NCERT ടെക്സ്റ്റ് ബുക്കിൽ നോഡുകൾ രണ്ട് വിധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നോഡ് എന്താണ്? റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലാർ നോഡും ഉണ്ടല്ലേ. നോഡ് ഇലക്ട്രോൺ ഇല്ലാത്ത, നോ ഇലക്ട്രോൺ, അതാണ് നോഡ്, ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം. അപ്പോൾ അതിനകത്ത് റേഡിയൽ നോഡുമുണ്ട്, ആംഗുലാർ നോഡുമുണ്ട്. റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? n-l-1 എന്ന് പറഞ്ഞ ഫോർമുല, ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണത്. ഇത് എൽ എടുക്കുക, ആംഗുലാർ നോഡ് എൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് റേഡിയൽ നോഡാണ് ചോദിച്ചിരിക്കുന്നത്. 3p ഓർബിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ n വാല്യൂ എത്ര? 3 ആണ്. l വാല്യൂ എത്രയാണ്? 1 ആണ്. എസിന് 0യും പിക്ക് 1ഉം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, 3 - 1 - 1, അപ്പോൾ ആൻസർ 3 - 2, അപ്പോൾ ആൻസർ എത്ര വരുന്നു? 1 കിട്ടുന്നു. സോ ഒരു സംശയം വേണ്ട, ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് എന്താ പറയുന്നത്, ഞാൻ വീണ്ടും പാടിയ പാട്ട് വീണ്ടും പാടുകയാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ചോദ്യം ചെയ്യാൻ എന്താണ് ഒരു +1 വിദ്യാർത്ഥി വിചാരിച്ചാൽ ഈസി ആയി പറ്റും. കാരണം അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് NCERT നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ, റേഡിയൽ നോഡ്. ഇനി ആംഗുലാർ നോഡാണെങ്കിൽ നിങ്ങൾ എൽ വാല്യൂ മാത്രം എടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.